സോ ആദ്യം തന്നെ ഒരു സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി തിരക്കുകൾ, ഒത്തിരി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബാങ്കാണ്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ബാങ്കുടെ അംഗങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഒരു ആദരവ് പരിപാടി സംഘടിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്ത ആ പ്രസംഗത്തിൽ തന്നെ രണ്ടുപേരുടെ പ്രസംഗവും, നമ്മുടെ അഡ്വക്കേറ്റ് ശ്യാമുടെ പ്രസംഗവും ശരി, നമ്മുടെ അധ്യക്ഷൻ ശ്രീ ജോണുടെ പ്രസംഗവും, അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര കെയറോടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന്. സോ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിനെയും പ്രസിഡന്റിനെയും എല്ലാ ബാങ്ക് ബോർഡ് മെമ്പേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു. വെരി വെരി നൈസ്. എല്ലാത്തിനും കാരണം ഈ കൗൺസിലേഴ്സ് രണ്ടുപേരാണ്. അവരുടെ ആ പ്രത്യേകം കോർപ്പറേഷനിൽ മേയർ അടക്കം കൗൺസിലേഴ്സ് അടക്കം അവരുടെ സ്ഥിരമായ ഇടപെടൽ കൊണ്ടാണ് ഇത് അറ്റ്ലീസ്റ്റ് ഇനിയും ചെയ്യണം. അത് ചെയ്യുമെന്ന് ഉറപ്പും ഞാൻ ഇവിടെ നിങ്ങൾ എല്ലാവരും മുന്നിൽ തന്നുകൊള്ളുന്നു. ബിക്കോസ് അത് വളരെ വളരെ ഇപ്പോൾ പറഞ്ഞല്ലോ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ഇഷ്യൂ ആണ് അത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് കുട്ടികൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യു ആർ ഓൾ ബോൺ ആഫ്റ്റർ 2007 ആണ്. 2007, 2009, 2010 ബോൺ കിഡ്സ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ഒത്തിരി നമ്മുടെ സമൂഹത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം. അതിൽ നമ്മൾ എക്വിപ്പ് ആയില്ലെങ്കിൽ ഇപ്പോൾ ഇടക്കൊച്ചിയിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണെങ്കിൽ കോസ്റ്റ് ഇപ്പോൾ ചെല്ലാനം പോലെ ഏരിയകളിൽ വരുന്ന പ്രോബ്ലംസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലംസിന് അഡാപ്റ്റ് ആകാൻ ഈ അമൗണ്ട്സ് ഇതൊക്കെക്കാട്ടിൽ വലിയ പദ്ധതികളെല്ലാം വേണം. അതിലെല്ലാം നിങ്ങളെല്ലാവരും യു ആർ ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. ഇപ്പോൾ +2 കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരുമാണ് 2035 34 ഇപ്പോൾ ഞങ്ങളുള്ള പോസ്റ്റിലെല്ലാം ഇരിക്കാൻ പോകുന്നത്. സോ ഐ എം ഷുവർ ദാറ്റ് വി വിൽ ബിൽഡ് എ വെരി സേഫ് സൊസൈറ്റി. ആൻഡ് എനിക്ക് കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് മുന്നേ എനിക്ക് അഭിനന്ദിക്കാനുള്ളത് കുട്ടികളുടെ പാരൻസെയാണ്. സോ ഫസ്റ്റ് ഒരു വലിയ കയ്യടി ഈ ആദരവ് വാങ്ങുന്ന കുട്ടികളുടെ പാരൻസിന്. പാരൻസ് എന്തുകൊണ്ട് മീൻസ് നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും. എല്ലാവരും ടാലൻറ്റഡ് ആണ് ഇൻ എവറി വേ. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഒരുക്കി തരുന്നത്, റെഡിയാക്കി തരുന്നത് നമ്മുടെ പാരൻസാണ്. ഇപ്പോൾ ഞാൻ IAS ആയത് 2 പ്രാവശ്യം ഫെയിൽ ആവുമെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും ജോലി കിട്ടി. 2011 എൻ്റെ കോളേജ് PSG കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ആ കോളേജിൽ ആ ഫൈനൽ ഇയർ ബാച്ചിൽ എല്ലാവർക്കും ജോലി കിട്ടി. 121 പേരാണ് ഞങ്ങൾ. 120 പേർക്ക് ജോലി കിട്ടി. ജോലി കിട്ടാതെ ഒരേ ആൾ നിങ്ങളുടെ കളക്ടർ മാത്രമാണ്. ഞാൻ മാത്രം പ്ലേസ്മെന്റ് പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ IAS പഠിക്കാൻ പോകുന്നു, എനിക്ക് വേണ്ടാണ്. എൻ്റെ HOD പറഞ്ഞു നീ ജോലി വാങ്ങി വെക്ക്, ജോലിക്ക് പോയിട്ട് പഠിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ജോലിക്ക് പോയാൽ ചിലപ്പോൾ പഠിക്കാനുള്ള ആ പാഷൻ കുറഞ്ഞു പോകും, ഞാൻ ജോലിക്ക് പോകണില്ല എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ്. സോ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഫെയിലാവുന്നു. ഒരു സൈഡ് ഞാൻ ഫെയിലാവുന്നു. 2012 ഫെയിലായി, 2013 ഫെയിലായി. അതേ സമയം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 2012 ഞാൻ പറയുന്നത്, 12 തന്നെ 12 lakhs ഒരു വർഷത്തിൽ അത്ര ശമ്പളം വാങ്ങുന്നു, 14 lakhs ശമ്പളം വാങ്ങുന്നു, വീട് വാങ്ങുന്നു. ഞാനിവിടെ ഫെയിലാവുന്നു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വീട് വാങ്ങുന്നു, കല്യാണമാവുന്നു, കുട്ടികളാവുന്നു. കുട്ടി LKG എല്ലാം പോകാൻ തുടങ്ങി, LKG സ്കൂളെല്ലാം പോകാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പാസ്സായിട്ടില്ല. 3 വർഷം 2011 2014 വരെ പാസ്സായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കാണുന്ന എൻ്റെ അമ്മയോ അച്ഛനോ മതി ഉമേഷ്, നീ ഇത് പഠിച്ചത് മതി, നീ എന്തിനാ പഠിക്കണ്ട, നീ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ മതി, കൂടെ ഉള്ള എല്ലാവരും സെറ്റിലായി, നീ മാത്രം എന്തിനാ സെറ്റിൽ ആകാത്തതിന് ചോദിച്ചിരുന്നാൽ ഇന്ന് നിൽക്കുന്ന ആൾ ഞാനല്ല. ഞാൻ എഴുതിയിട്ടുണ്ടാവും ഞാൻ എന്തെങ്കിലും ജോലി തമിഴ്നാട്ടിൽ വേറെ എവിടെയെങ്കിലും നിൽക്കാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം ടാലൻറ്റോ ഹാർഡ് വർക്കോ അല്ല. ഞാൻ എഴുതാൻ പറ്റിയ 3ാമത് അറ്റംപ്റ്റാണ്. ആ 3ാമത് അറ്റംപ്റ്റ് എനിക്ക് തന്നതാണ് എൻ്റെ പാരൻസാണ്. എൻ്റെ പാരൻസ് നോ പറഞ്ഞിരുന്ന ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ പാരൻസിൽ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല. എനിക്ക് ആ പൈസ തന്ന് ഓക്കെ പഠിച്ചോളൂ, ബുക്സ് വാങ്ങിക്കോ, ഹോസ്റ്റൽ ചെന്നൈയിൽ പഠിക്കണമെങ്കിൽ ഹോസ്റ്റൽ പഠിച്ചോ, ഫുഡ് എല്ലാം എനിക്ക് റെഡിയാക്കി തന്നത് എൻ്റെ പാരൻസാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും യു ആർ ഓൾ ബ്ലെസ്സഡ് വിത്ത് വണ്ടർഫുൾ പാരൻസ്. നിങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇരിക്കാൻ കാരണം നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ പാരൻസ് ഉള്ളത് കൊണ്ടാണ്. ടീച്ചേഴ്സ് ആർ ലൈക്ക് പാരൻസ് അവേ ഫ്രം ഹോം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം മാത്രമാണ്. ഇനി പോകാനുള്ള ദൂരം കുറേ ഉണ്ട്. 1000 kilometer ജേർണിയിൽ ഒരു 5-10 kilometer ആണ് നിങ്ങളിപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഞാനൊരു കഥ പറയാം. ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു,
പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭയങ്കര ടഫാണ് അമ്മ, എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞു നിന്നപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഈ 10th സ്റ്റാൻഡേർഡ് എക്സാമാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം. ഈ ഒരു എക്സാം നന്നായിട്ട് എഴുതി പാസ്സായാൽ പിന്നെ ലൈഫ് മൊത്തം ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ജോളി ആയിരിക്കും എന്ന് പറഞ്ഞു. 10th എക്സാം അത് ഇപ്പോൾ എൻ്റെ മാർക്കെല്ലാം ഇവർ ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. 89% എടുത്തതിന് ശേഷം +2 പോയി. +2 പോയപ്പോൾ അഗെയിൻ അമ്മ സെയിം ഡയലോഗ് മാറിയില്ല. +2 എക്സാമാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം. ഈ +2 എക്സാം കുറേ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് എടുത്താൽ അതിനുശേഷം ലൈഫ് ഭയങ്കര ജോളി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ +2 മാർക്ക് എടുത്തു. കോളേജ് പോയി ഫസ്റ്റ് സെമസ്റ്റർ പോയാൽ ഭയങ്കര ടഫാണ്. എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, ഇലക്ട്രിക് സർക്യൂട്ട്, വളരെ 12th നിന്ന് കോളേജ് പോകുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ കുറച്ച് പെട്ടെന്ന് ടഫായിരിക്കും. അത് എനിക്ക് വളരെ ടഫായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ കോളേജ് സീനിയേഴ്സ് പറഞ്ഞു, ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററാണ് ടഫ്, ഫൈനൽ സെമസ്റ്റർ വന്നാൽ ലൈഫ് ജോളിയാവും, നിങ്ങളാണ് കോളേജിലെ ബോസ് എന്നാണ്. അങ്ങനെ ഫൈനൽ സെമസ്റ്റർ പോയപ്പോഴാണ് പ്രോജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യണം, നമ്മളായിട്ട് പ്രോജക്റ്റ് ചെയ്യണം, അത് മാർക്ക് എടുക്കണം, വൈവ ഉണ്ട്, പ്രസൻറ്റ് ചെയ്യണം, ഭയങ്കര ടഫായിട്ട് തോന്നി. അങ്ങനെയാണ് പിന്നെ IAS പഠിക്കാൻ തുടങ്ങിയത്. അഫ്കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം ഫെയിലായി. അപ്പോഴും അമ്മ പറഞ്ഞു ഫെയിലാവുന്നു ഓക്കെ, പാസ്സായാൽ IAS ആവും, IAS ആയാൽ ലൈഫ് സെറ്റിലാവും, ജോലി ആവും എന്ന് പറഞ്ഞു. അങ്ങനെ IAS എഴുതി പാസ്സായി. സബ് കളക്ടർ കഴിഞ്ഞു, വയനാട്ടിൽ സബ് കളക്ടർ ആയിരുന്നു. ചീഫ് സെക്രട്ടറി കേട്ടിട്ടുണ്ടോ? ചീഫ് സെക്രട്ടറി ഒരു IAS പോസ്റ്റ്, കേരളത്തിലുള്ള ഏത് സംസ്ഥാനത്തിലുള്ള ഏറ്റവും ഹയസ്റ്റ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി. ഇപ്പോൾ ഞാൻ ചീഫ് സെക്രട്ടറി ആവണമെങ്കിൽ 2050 ആവും, അത്രയ്ക്കും സീനിയർ പോസ്റ്റാണ്. സോ ചീഫ് സെക്രട്ടറിക്ക് സ്റ്റാഫ് ഓഫീസറിന് ഒരു പോസ്റ്റ് ഉണ്ട്, ചീഫ് സെക്രട്ടറി കൂടെ ഒരു ജൂനിയർ IAS ആവും. എനിക്ക് ആ പോസ്റ്റ് കിട്ടി 2021 കോവിഡ് സമയത്ത്. VP ജോയ് ആ സാറാണ് ചീഫ് സെക്രട്ടറി. 1999 ഇവിടെ കളക്ടറായിരുന്ന സാറാണ് ചീഫ് സെക്രട്ടറി. സാറ് ഭയങ്കര തിരക്കായിരിക്കും. ചീഫ് സെക്രട്ടറി ഓഫീസിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഇങ്ങോട്ടും അങ്ങോട്ടും ഓടണം. ചീഫ് സെക്രട്ടറി കോൾ എടുത്തില്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ എൻ്റെ ഫോണിൽ വിളിക്കും. അങ്ങനെ ഒരു പോസ്റ്റർ പെട്ടെന്ന് ചീഫ് മിനിസ്റ്റർ കോൾ വരും. അങ്ങനെ ഒരു 24 മണിക്കൂറും ഒരു ടെൻഷനും, ഫയൽ നോക്കലും, ക്യാബിനറ്റ് ഫയൽസ്, നോട്ട്സും ചീഫ് സെക്രട്ടറിയോട് 24 മണിക്കൂറും ഓടുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ ചോദിച്ചു സാറോട്, സാർ എത്ര ദിവസം, ബിക്കോസ് ഞാൻ എപ്പോഴും നിന്നുകൊണ്ടേയിരിക്കും. ചീഫ് സെക്രട്ടറി ഇങ്ങനെ പരിപാടി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തവിടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അടുത്ത മീറ്റിംഗ് എന്താ, അടുത്ത പ്രോഗ്രാം എന്താ, അടുത്ത ഫയൽ എന്താണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം വൈകിട്ട് 2023 ജനുവരി ആ സമയത്ത് ഞാൻ ചീഫ് സെക്രട്ടറിയോട്, സാർ ഇത് ഭയങ്കര ടയർഡായി, സോ ടയേർഡ്, സോ വാട്ട് നെക്സ്റ്റ് സാർ ചോദിച്ചപ്പോൾ ചീഫ് സെക്രട്ടറി അതേ ഡയലോഗ് പറഞ്ഞു, ഇതിപ്പോൾ സ്റ്റാഫ് ഓഫീസർ പോസ്റ്റ് കഷ്ടമാണ്, പക്ഷെ അടുത്ത് ഉമേഷ് ആകാൻ പോകുന്നത് കളക്ടറായാൽ ലൈഫ് ജോളിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാർച്ച് 2023 ഈ ബ്രഹ്മപുരം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ കളക്ടറായത്. അപ്പോഴാണ് മനസ്സിലായത് ലൈഫിൽ ജോലി ഒന്നും ഇനിയില്ല. ലൈഫിൽ ജോലി എല്ലാം ഉണ്ടെങ്കിൽ, ഹാപ്പിനെസ് എല്ലാം ഉണ്ടെങ്കിൽ അത് ഈ ഏജിൽ മാത്രമേ ഉള്ളൂ. ഈ 15, 16, 14 to 18 ഈ ഏജിൽ മാത്രമേ ജോലി ഉള്ളൂ. ഇവർക്കെല്ലാം അറിയാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഉണ്ട്, കൗൺസിലർ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ടൈം ഈ ടൈമാണ്. ഈ ടൈമിന് മാക്സിമം നല്ല ഡ്രീംസ് കാണുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാം, നല്ല ഒരു ഡ്രീം വേണം, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ഡ്രീം വേണം, അത് നേടിയെടുക്കാനുള്ള നല്ല ആക്ഷൻ പ്ലാൻ വേണം, ആ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ല ഹാർഡ് വർക്കും വേണം. പക്ഷേ ഈ മൂന്നും ഉണ്ടായിരുന്ന 2 പേര് ഞാൻ പറയാം. ഒന്ന് ഇവിടെ ഫോട്ടോ ഉണ്ട്, മഹാത്മാഗാന്ധി. രണ്ടാമത്തെ അഡോൾഫ് ഹിറ്റ്ലർ. ഈ 2 പേർക്കും ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഡ്രീം നേടിയെടുക്കാനുള്ള ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആരാണ് നല്ല ആളിന് ഈ സമൂഹം പറയുന്നത്? ഈ 2 പേരിൽ ആരാണ് നല്ല ആളിന് സമൂഹം പറയുന്നത്? ഗാന്ധിജി. ഹിറ്റ്ലർ ഒരു മോശമായ ആള്, കില്ലറിനാണ് പറയുന്നത്. എന്തുകൊണ്ട്? 2 പേരും ഒരേപോലെ നല്ല ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ മഹാത്മാഗാന്ധിയെക്കാട്ടിലും ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഹിറ്റ്ലറിന്. പക്ഷേ ഹിറ്റ്ലർ ഹിസ്റ്ററിയിൽ ആരും നല്ല ആളെന്ന് പറയും. കാരണം എന്താ മീൻസ് ഈ 3 മാത്രം പോരാ, 4ാമത്തെ ഒന്നുണ്ട്, നല്ല മൂല്യങ്ങൾ, നല്ല വാല്യൂസ്. ആ വാല്യൂസ് ഈ ഏജിൽ
നിങ്ങൾക്കും ഉണ്ടാവണം. നമ്മൾ പഠിക്കുന്നു, മാർക്ക് A+ എടുക്കുന്നു, അത് മാത്രമല്ല ലൈഫ്. ആ A+ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ വലിയ ആളുകളാകാൻ പറ്റും. വലിയ ആൾ മീൻസ് നമ്മൾ വലിയ ആളല്ല, ബാക്കി എല്ലാവരെയും എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ ചിന്ത ഉള്ളത് കൊണ്ടാണ്, ആ 4ാമത്തെ വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഈ ഹാളിൽ മഹാത്മാഗാന്ധി ഫോട്ടോ ഉള്ളത്, ഹിറ്റ്ലർ ഫോട്ടോ അല്ലാത്തത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നല്ല ഒരു 10 വർഷ ശേഷം ഞാൻ പറയാം, ഞാൻ 35 പ്രായമായി. ആരും എന്നോട് ചോദിക്കാറില്ല 10th മാർക്ക്, 10th ഫുൾ A+ എടുത്തോ, +2 ഫുൾ A+ എടുത്തോ എന്ന് ആരും ചോദിക്കാറില്ല. അറ്റ് ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി ലൈഫിൽ നല്ല മനുഷ്യൻ അല്ല, കളക്ടറാണോ അതും വാല്യൂ അല്ല, കളക്ടറും വലിയ കാര്യമല്ല, CM PM വലിയ കാര്യമല്ല. നല്ല മനുഷ്യരാണോ, നമ്മൾ നല്ല മനുഷ്യരായതുകൊണ്ട് ചുറ്റുമുള്ള 100 പേർക്ക് ഹെൽപ്പ് ഉണ്ടായോ, അതാണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അറ്റ് ലാസ്റ്റ് വി വിൽ ബി റിമെമ്പേർഡ് ഓൺലി ബൈ ദ നേച്ചർ ഓഫ് ദ പേഴ്സൺ. അച്ചീവ്മെന്റ്സ് എല്ലാം പിന്നീടാണ്. സോ നല്ല മനുഷ്യർ, നല്ല സിറ്റിസൺസ് ആകാനുള്ള നല്ല ഒരു ഹാർഡ് വർക്ക് ഉണ്ടാകട്ടെ, നല്ല ഒരു ഡ്രീംസ് ഉണ്ടാകട്ടെ മാത്രം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രൈസ് എല്ലാം കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഭാഗ്യമെന്നെല്ലാം പറഞ്ഞു. അത് ഐ ഡോണ്ട് നോ, എനിക്കത് അറിയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും 2025 ആണിപ്പോൾ, 2035-36 ആവുമ്പോൾ നിങ്ങളെല്ലാവരും വലിയ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ എനിക്ക് അഗൈൻ കാണാൻ ഒരു ഭാഗ്യം കിട്ടണം. ഞാൻ ഈ കുട്ടിക്ക് 2025 പ്രൈസ് കൊടുത്തു. ഇപ്പൊ ആ കുട്ടി വലിയ നാസ സയന്റിസ്റ്റായി, വലിയ എഞ്ചിനീയറായി, വലിയ കളക്ടറായി, വലിയ പൊളിറ്റീഷ്യനായി, വലിയ ഡോക്ടറായി അങ്ങനെ വരുന്നത്. ബിക്കോസ് ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ VP ജോയ് സാർ ഉണ്ടല്ലോ, VP ജോയ് സാർ എറണാകുളം കളക്ടർ